ദൈവത്തിന് സ്തുതി. 2025 ജൂൺ മാസം 24 സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം 3-ാം ചൊവ്വ. ഇന്നത്തെ വചനഭാഗം 1-ാം വായന 2 സാമുവേൽ അദ്ധ്യായം 12 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. നാഥാൻ പ്രവാചകന്റെ ശകാരം. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ രണ്ടാളുകളുണ്ടായിരുന്നു, ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവന്റെ മടിയിൽ ഉറങ്ങി. അത് അവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവനുവേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്നു ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു തന്റെ അതിഥിക്കു ഭക്ഷണമൊരുക്കി. ഇതു കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇതു ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇതു ചെയ്തതുകൊണ്ട് 4 മടങ്ങു മടക്കിക്കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്കു നൽകി. അവന്റെ ഭാര്യമാരെയും നിനക്കു തന്നു. നിന്നെ ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾകൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ഇന്നത്തെ വചനഭാഗം 2-ാം വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം 1 വാക്യങ്ങൾ 4 മുതൽ 10 വരെയും തുടർന്ന് 16 മുതൽ 19 വരെയും. ഉദരത്തിലെ രൂപപ്പെടുത്തുന്നതിനു മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മാതാവിന്റെ ഉദരത്തില് നിനക്കു രൂപം നൽകുന്നതിനു മുൻപേ ഞാന് നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിനു മുൻപേ ഞാന് നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാന് നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാന് പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാന് കേവലം ബാലനാണ്, സംസാരിക്കാന് എനിക്കു പാടവമില്ല. കർത്താവ് എന്നോടരുളിച്ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്കു നീ പോകണം. ഞാന് കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിതു പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തില് സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇതാ, എന്റെ വചനങ്ങള് നിന്റെ നാവില് ഞാന് നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചുതകർക്കാനും നശിപ്പിക്കാനും തകിടും മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ, ജനതകളുടെയും രാജ്യങ്ങളുടെയും മേല് നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അവര് ചെയ്ത എല്ലാ ദുഷ്ടയ്ക്കും ഞാന് അവരുടെ മേല് വിധി പ്രസ്താവിക്കും. അവര് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്കു ധൂപം അർപ്പിച്ചു, സ്വന്തം കരവേലകളെ ആരാധിച്ചു. നീ എഴുന്നേറ്റ് അരമുറുക്കുക. ഞാന് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട, ഭയപ്പെട്ടാല് അവരുടെ മുൻപില് നിന്നെ ഞാന് പരിഭ്രാന്തനാക്കും. ദേശത്തിനു മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചളമതിലും ആയി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. അവര് നിന്നോട് യുദ്ധം ചെയ്യും, എന്നാല് വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാന് കൂടിയുണ്ട് എന്നു കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇന്നത്തെ വചനഭാഗം 3-ാം വായന വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. നീ ദാസനല്ല പുത്രനാണ്. ഇതാണു ഞാന് വിവക്ഷിക്കുന്നത്, പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവന് രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെതന്നെ. നമ്മള് ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാല് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവന് സ്ത്രീയിൽ നിന്നു ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവന് നിയമത്തിന് അധീനരായിക്കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങള് മക്കളായതുകൊണ്ട് ആബ്ബാ, പിതാവേ എന്നു വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാല് നീ ഇനിമേല് ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കില് ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം 1 വാക്യങ്ങൾ 57 മുതൽ 66 വരെ. യോഹന്നാനു മാന്താനിയുടെ ജനനം. എലിസബതിനു പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നു കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്തു സന്തോഷിച്ചു. 8-ാം ദിവസം അവര് ശിശുവിന്റെ പരിച്ഛേദനത്തിനു വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സഗറിയ എന്ന് അവനു പേരു നൽകാൻ അവര് ആഗ്രഹിച്ചു. എന്നാല് ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവന് യോഹന്നാന് എന്നു വിളിക്കപ്പെടണം. അവര് അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലാർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്തു പേരു നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവര് ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവനൊരു എഴുത്തു പലക വരുത്തി അതിലെഴുതി, യോഹന്നാന് എന്നാണ് അവന്റെ പേര്.
എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവന്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവന് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാരവിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്നു ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.